का स्वागत है आपके फेवरेट रिएक्शन चैनल में। और आज हम लेके आए महेश अंटे प्रतिकारम मूवी के सीन 2 का रिएक्शन। तो अब जो है ना हमें देखना होगा कि अंकल का क्या सोल्यूशन है। क्या वो अब ऐसे ही भूल भटक के कहीं भी जाते रहेंगे? और महेश जो है, ऑफ कोर्स मैं एज अ सन भी अगर मेरे फादर इस तरीके से जाएंगे तो बहुत टेंशन में रहूँगा कि क्या हो रहा है, कहाँ जा रहे हैं, बिकॉज आप हमेशा एक लुकआउट पे ही रहोगे। और यहाँ पे इनके साथ भी यही हो रहा है कि भाई अब नेक्स्ट टाइम ऐसा हुआ तो आप क्या करेंगे, और फिर ये की आदत ना बन जाए। सच में, और अंकल को बिना बताए नहीं जाना चाहिए। और महेश एक बहुत ही रिस्पॉन्सिबल और बहुत ही अच्छे सन है। मैं चाहती हूँ ये हमेशा इनका ध्यान रखे, पर अंकल को भी थोड़ा ध्यान रखना चाहिए कि जाने से पहले बता के जाए। तो देखते हैं क्या होगा। तो आप भी देखो, हम देखते हैं। लेट्स स्टार्ट। शोभिन कितने यंग लग रहे हैं। हाँ, पूरा एकदम शेप है। ബേബി സാറ് crispy। ചാച്ചൻ കുളിക്കുക കേറി ഇരിക്കെ താങ്ക് യു. कितने पुराने एक्टर है यार ये। ഞാനൊരു പാവം വർമ്മ, ദേവൻ, ദേവരാജൻ, ദേവരാജ പ്രതാപവർമ്മ, ഇവരുടെയൊക്കെ ദേവ്ജി. അത് തെക്കൻ തിരുവിതാംകൂറുമായിട്ട് മോശമല്ലാത്ത ഒരു ബന്ധമുണ്ട് എനിക്ക്. ചാച്ചൻ പോയി ഷർട്ട് ഇട്ടിട്ട് വാ. അച്ഛൻ വടക്കെന്ന് പറഞ്ഞാൽ ഉദയനന്റെ നാട്ടിൽ. അങ്ങനെ തെക്കും വടക്കും കൂടെ ചേർന്നപ്പോ ഞാൻ ലാലേട്ടൻ ഫാനാ? അല്ല മമ്മൂക്ക. ഞാൻ ലാലേട്ടൻ ഫാനാ. മമ്മൂക്ക് ഇപ്പൊ എല്ലാ റോളുകളും ചെയ്യും. തെങ്ങറ്റക്കാരൻ, ചായക്കടക്കാരൻ, പൊട്ടൻ, മന്നൂതി. പക്ഷെ നമ്മുടെ ലാലേട്ടൻ ഉണ്ടല്ലോ, വർമ്മ, നായരും മേനോൻ, ഇത് വിട്ടൊരു കളിയില്ല. ടോപ്പ് ക്ലാസ് ഉള്ളി. ഇതേ കണ്ടോ? നല്ലതല്ലേ? എന്നെ ചിരിച്ചേ? ഓഹോ, എന്റെ മനസാക്ഷിയുടെ കോടതിയിൽ ഞാൻ തന്നെ. നമസ്തേ ബേബി സാർ. പോട്ടെ. പാസ്റ്റർ വിളിച്ചായിരുന്നു. ഫോട്ടോഷോപ്പ് ഒക്കെ മുഴുവൻ പഠിച്ചിട്ടുണ്ടോ? യെസ് സാർ. CX6CC. വാ. ഓക്കെ ഓക്കെ, തിങ്കളാഴ്ച കടയിലോട്ട് വാ, ബാക്കി എവിടെ വെച്ച് പറയാം. ശരി സാർ. നിക്ക്, ഞാൻ കടയിലോട്ടാ, രാവിലെ വിടാം. താങ്ക് യു സാർ. पर पास्टर को फोटोशॉप का क्या काम? जैक फ्रूट है ये। കണ്ണിച്ചേട്ടോ, ചക്കടാൻ കയറിയതാണോ? അല്ലടാ, തുണിയലക്കാൻ കയറുക. വേണ്ടായിരുന്നു. गलत सवाल का गलत जवाब। अपना स्टूडियो। മാഷേ, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ. എന്തോ ചെയ്യാനപ്പോഴാ തിരിച്ച്? അടുത്ത് തന്നെ പോണ്ടാവേ, ഒരു പറമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, അതിന്റെ കുറച്ച് പണിയും കൂടെ ബാക്കിയുണ്ടായിരുന്നു. കോട്ട് നല്ല ഇവിടെ ഉണ്ടായിരുന്നു. എന്തിന് എടുക്കാം, ഇരിക്കേ. ചായ ഇങ്ങോട്ട് നോക്കിക്കോ, ലെൻസിലേക്കേ. ഇനി സാബൊന്ന് മാറി. साथ में खड़े रहेंगे क्या? അങ്ങനെ ഇരിക്കട്ടെ. ये टेढ़ा है मुंह। ഷോൾഡർ ഡൗൺ, ചിൻ ഡൗൺ, स्माइल। अरे नहीं, डबल चिन दिख रहा है। ഐസ് ഓപ്പൺ, अरे റെഡി. अरे अरे मेरे को तो यार, अच्छे नहीं लगे, गुंडे लग रहे हैं। नहीं नहीं फोटो अच्छी नहीं है। नहीं बोलना था, वैसे नॉर्मली बैठे थे वैसे ही अच्छे लग रहे थे। नहीं देखो, अभी मत देखो। നൈസായിട്ടൊന്ന് വെളുപ്പിച്ചിട്ടുണ്ട്. ഫോട്ടോ കൊള്ളാം അല്ലേ? വേവിച്ചിട്ടോ കഴിക്കാം. ഒരു 5 മിനിറ്റാ. ओह नाइस। वो वहाँ पे फोटोज का करते हैं, ये फ्रेमिंग का काम है। എന്നാടാ, മുട്ട പൊരിച്ചത് മഞ്ഞക്കറി മാത്രമേ ഉള്ളോ? ഇന്നലെ കിടന്നപ്പോ ഒരു നേരമായി. ഭാവൻ അച്ഛൻ വാഴത്തൊട്ടത് എന്നെ എടുക്കായിരുന്നു, എല്ലാം പറഞ്ഞായിരുന്നു. ഓരോ കളികള്. സാരമില്ലടാ, പ്രായമായി ഇങ്ങനെയാ, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എനിക്കാണെങ്കിൽ 10 മിനിറ്റ് കുത്തിയിരുന്നാ പിടിക്കാൻ തുടങ്ങി. അതൊക്കെ ആ സണ്ണിച്ചേട്ടൻ തന്നെ സമ്മതിക്കണം. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ പ്ലാവിന്റെ മുകളിൽ നിൽക്കുക. ഈ പ്രായത്തിലും എന്നാ ഒരു ഇതാ. ഏത് സണ്ണിച്ചേട്ടൻ? മകേഷ്, ഗിരീഷ്, സുരേഷേ, വേണ്ട, നിന്റെ സൗമ്യയുടെ അപ്പാപ്പൻ തന്നെ. എന്നാ ഒരു നിപ്പ. നിന്റെ അപ്പനേക്കാൾ പറയാൻ വരും. മകേഷേ, क्या हो गया? വേവിച്ചായോ? ആ വേവിച്ചായോ? നമ്മുടെ കരിമലയിലെ സണ്ണിച്ച് പ്ലാവിന്ന് വീണ് വടിയായത് കേട്ടല്ലോ. इससे ज्यादा क्या पनौती हो सकती है? अभी तुम उस आदमी की यंग होने की बात कर रहे हो, कह रहे हो कि वो कितना ऊपर तक चढ़ जाता है जैक फ्रूट लेने के लिए, और उसी टाइम वो गिर जाता है। बहुत गलत हो गया यार। എടി സൗമ്യ,
നമ്മുടെ സണ്ണിപ്പാപ്പൻ പ്ലാവേന്ന് വീണ് മരിച്ചടി. അതേടി. गुजर ही गए। നീ പോരെ, ഇല്ലേ പിന്നെ നാട്ടുകാരെന്നാ പറയും. कैसी बच्ची है वो, आ भी तब रही है कि भाई दूसरे लोग उसकी बुरी बात ना करें। इनका भी फायदा ही हो रहा है। ഈ ത്രികോണത്തിലെ ബി സി എന്ന വശത്തിന്റെ നീളം ഡിയിലേക്ക് 6 സെന്റിമീറ്റർ നീളുന്നു. നമ്മുടെ ക്ലാസ്സിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പെണ്ണേതാ? എങ്കിൽ ത്രികോണം എ ബി ഡിയുടെ പരപ്പളവ് എത്ര? എല്ലാവരും ഇതൊന്ന് വരച്ചെടുത്തേ. സൗമ്യ. ടീച്ചർ മഹേഷ് സൗമ്യനെ ഇഷ്ടമാണ്. कैसा लड़का है? എഴുന്നേക്ക്. എന്നിട്ട് ഇങ്ങോട്ട് പഠിക്കാൻ വന്നാ മതി മതി. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചേ. अगर सौम्या को अच्छा लग गया ना तो हो गया काम। सौम्या ने अगर एक बार देख लिया हो गया काम। डील डन। वर्थ इट थी वो डंडा, इतना पुराना प्यारा इनका। कम ऑन ब्रो। अंकल घर पे रहना, कहीं जाना नहीं बाहर। एट कैजुअल अंकल समझ गए। डॉग के लेग बॉडी अलग है थोड़ी। മമ്മി, എടി സൗമ്യ, നമ്മുടെ സണ്ണിപ്പാപ്പ പോയടി. क्या एक्टिंग कर रहे हैं। और ये एक आंसू नहीं दिख रहा मुझे। अंकल की कोई वैल्यू नहीं थी घर पे। ऐसे कोई आपको देखे आप कहीं और देख ही नहीं सकते। अरे कितने लोग हैं, सब नोटिस कर लेंगे। यार इतना फन मैंने नहीं देखा नहीं, फ्यूनरल। सौम्या എനിക്കറിയാവുന്നതല്ലേ, അത്ര വൃത്തികെട്ടവനാണേ. ലോകത്ത് വിശ്വസിക്കാൻ അടിച്ചടാ. ആ ആ ആദ്യം അത് 7:30-ആയിരുന്നു, ഇപ്പൊ 8:30-ആക്കി. എടി റൂബി, നിനക്ക് ഈ പാതിരാത്രിക്ക് എന്നെ പോണോ? ഇച്ചാൻ കാലത്ത് കടയിൽ പോണ്ടേ? I'm ഓ eating പിന്നെ outside. കടയില്. എന്റെ നാത്തൂനെ ആ തുണി മാറ്റിയിട്ട് അവിടെ എങ്ങാനും ഇരിക്കാൻ നോക്ക്. ഇങ്ങനെ ഒത്തു കിട്ടുമ്പോഴല്ലേ അവനവന്റെ ആൾക്കാരൊക്കെ ഒന്ന് കാണാൻ പറ്റത്തുള്ളൂ. അതിനധികം സമ്മതിക്കണ്ടേ? അവിടെ തുള്ളിച്ചാടി No നിൽപ്പുണ്ട്. chance. ഇന്ന് ആനി കൊടുത്ത ആ ചാക്ക് പോലത്തെ സാരിയുടെ പേരെന്നാടി? അതെ, നിങ്ങൾ ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാതെ അപ്പുറം വല്ലതും ചെന്ന് കഴിക്കാൻ നോക്ക്. എന്റെ വലിയേട്ടായി മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോ തൊണ്ടയിൽ നിന്ന് വല്ലതും ഇറങ്ങുമോ കുഞ്ഞാഞ്ഞ്? No, इतने എന്നാ നിങ്ങൾ दूर മക്കളെ खाना नहीं എഴുന്നേറ്റ് खा പോയി सकते। കഴിക്കടി. ഓ എനിക്കിപ്പോ വേണ്ട. ഓ അവർക്കിപ്പോ വേണ്ടെന്ന്. खाना तो खा കാര്യം लो ना यार। വലിയേട്ടായി നാട്ടുകാർക്കൊക്കെ എമ്പൊക്കെ ആയിരുന്നെങ്കിലും എന്നോട് വലിയ കാര്യമായിരുന്നു. അതൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്നാ കാര്യം? ആള് പോയേ. ओहो എന്നാണേലും അടക്ക് കളി. പിന്നല്ലാതെ എന്നാ ആളായിരുന്നു. ആന്നേ. ഞായറാഴ്ച ആയിരുന്നു ഇതിന്റെ ഇരട്ടി ആള് കണ്ടേനെ. അതെ അതെ, ഒന്നാം തീയതി വല്ലായിരുന്നു ചുറ്റി പോയാൽ. डबल क्राउड आता है, कोई सेरेमनी थोड़ी ना थी यार। എടാ ബേബി, എന്നടാ? क्या फायदे हैं? എന്നാ പറ്റി? ചെറിയൊരു വേദന. വെള്ളം കുടിക്കാമോ? എല്ലാരും ഒന്ന് ഓടി വായോ. ഓ എടി മോളി, ആ ഇച്ചിരി വെള്ളം ഇങ്ങ് എടുത്തേടി. ഇവന്റെ ഒരു ഉടുക്കത്തെ കുടി. എടി മോളി, ഓ എന്നെ കുരിയച്ചാ, എല്ലാരും ഓടി വായോ. ബേബി, എടാ എന്നെ ബേബി, കുരിയച്ചാ, എന്നതാ? നീ ഇച്ചിരി വെള്ളം ഇങ്ങ് എടുത്തോണ്ട് വാ. വെള്ളം കൊടുക്കരുത്. എടാ ഗ്യാസ് ആണെങ്കിൽ വെള്ളം കുടിക്കണം. വെള്ളം കൊടുക്കരുത്. എന്നാ ഒരു ചൂട് ചായ എടുക്കാം. വെള്ളം കുടിക്കാം. ചായയൊക്കെ തിളച്ച് വരുമ്പോഴത്തേക്ക് ആള് തീരുവില്ലേ? CPR കൊടുക്കണം. മാറിക്കേ. എനിക്ക് അത്ര വേദനയില്ല, നല്ല കുറവുണ്ട്. വേണ്ട, എനിക്കിപ്പോ വേദനയില്ല. हो जाएगा। 30 എണ്ണി കഴിയുമ്പോ വായിൽ ഊതി കൊടുക്കണം. ഓക്കേ, കം ഓൺ. अरे ऐसे ना कुछ കഴിക്കുന്നത് എനിക്ക് വേദനിക്കും. വേദനയില്ലെന്ന്. ये उसके लिए कर रहे थे बेचारे अंकल। അമ്മിക്കല്ലേ അപ്പടി കുറുമ്പ. എന്നായി കാണിച്ച് എല്ലാരും ഇവിടെ ഇല്ലേ? ആരെങ്കിലും കാണായിരുന്നു. ഓ, നിങ്ങളും കഴിച്ചായിരുന്നു? ഒരു കട്ടൻ കാപ്പി മാത്രം. ओ वाह, क्या लाए? കുമ്പളപ്പം. कुमला എത്ര നാളായെന്നറിയോ ഇത് കഴിച്ചിട്ട്?
उपला तूने कभी खाया हुआ है? उसको पता भी नहीं है क्या है वो। सेम। എന്നൊക്കെയുണ്ട് 27, 28, 29, 30, ഊതിക്കോ. भाई, बस कर दो। 1, 2, 3. അയ്യോ वो वैसे चले जाएंगे। ഒന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കണ്ടോ CPR-ന്റെ? പോടാ. CPR की वजह से। ഇപ്പൊ എങ്ങനെ ഓക്കെ അല്ലേ? ചേട്ടാ ആംബുലൻസ് വിളിക്കട്ടെ. ഛേ. വൈകിട്ട് ഇച്ചിരി വാട്ടുകപ്പ കഴിച്ചായിരുന്നു. ഗ്യാസിന്റെ. ഗ്യാസ് ഞാൻ പറഞ്ഞില്ലേ ഗ്യാസിന്റെ ആന്ന്. അയ്യോടി ബേബിച്ചാ ഞാൻ കൊണ്ടുവന്നുവിടാടാ. എന്നാത്തിനാ? വലിയ ഉപകാരം. शराब नहीं छूटी थी। हाँ। കേട്ടില്ലേ ഗ്യാസിന്റെയാ. छी। കാലക്കി എന്റെ ഐഡിയ ആയിപ്പോയി. നിന്റെ ഐഡിയ ആയിരുന്നു. നിന്നെ ഞാൻ കൊന്നേനെ പട്ടി. जंग लड़के हैं अंकल। बेबी चट्टा बहुत फनी सीन था ये, और उन्होंने कितना अच्छा कि बेबी चट्टा ने कि हाँ भाई मेरे को हार्ट अटैक आ रहा है, और वैसे ही घर में एक मौत हो चुकी है तो सबको डर रहता ही है कि अब फिर कोई ना हो जाए, तो सब इतना ओवर कॉशियस थे, सबके सब वहीं ध्यान आ गया, तभी वो लड़की को वहाँ से खिसका के चले गए। पर यार वो जो फ्यूनरल सीन था क्या हिलेरियस था। किसका फ्यूनरल ऐसा होता है? पहली बात तो मैंने आज तक किसी फ्यूनरल पे फोटोग्राफर्स नहीं देखे, यहाँ पे फोटोग्राफर्स भी आ रहे हैं और फिर आगे किसी को फर्क भी नहीं पड़ रहा। वो लड़की आके बोल रही है कि मैं आना, मेरा आना जरूरी है, क्या कहते हैं आ जाने तो सब लोग बोलेंगे, इसलिए वो आ रही है। यार मज़ेदार था, मतलब इतना रोमांटिक फ्यूनरल मैंने आज तक नहीं देखा। फ्यूनरल को इन्होंने कैसे दिखाया है कि उनके आई कॉन्टेक्ट्स हो रहे हैं, जबकि यार बिल्कुल हमको इनका स्कूल से ही प्यार है, एक दूसरे को पसंद करते हैं, स्टिल मतलब वो एक दूसरे को देखना करना ऐसे लग रहा था कि फर्स्ट टाइम उनका इंटरेक्शन हो रहा है। और मैं यही जानना है कि इनकी ऐसे इंटरेक्शन आगे बढ़ी क्यों नहीं, बिकॉज ऐसा लग तो रहा है इनको प्यार तो बहुत टाइम से और दोनों को साइड से, तो क्या हुआ, क्यों ये मटेरियलाइज नहीं हुआ? तो आप लोग कैसे लगा कमेंट सेक्शन में जरूर बताएगा। तो इसे लाइक करते जाए, कमेंट करते जाए, शेयर करते जाए और सब्सक्राइब करिए। बाय।